നമസ്കാരം. ജസ്പ്രീത് ബുംറയുടെ പരിക്കും അത് പുള്ളിയുടെ കരിയറിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയിട്ട് ന്യൂസിലൻഡിൻ്റെ മുൻ പേസ് ബോളർ ഷെയ്ൻ ബോണ്ട് ക്രിക്കിൻഫോയിൽ, അതായത് ESPN ക്രിക്കിൻഫോയിൽ നടത്തിയ ചില പരാമർശങ്ങൾ ഇന്ത്യൻ ഫാൻസിനെ സംബന്ധിച്ച് കുറച്ച് കൺസേണിംഗ് ആണ്. 2023 ബാക്ക് ഇഞ്ചറി പറ്റി സർജറി ചെയ്ത അതേ സ്ഥലത്ത് വീണ്ടും ഒരു പരിക്കൂടി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബുംറയുടെ കരിയർ എൻഡിങ് ആയേക്കാം എന്നാണ് ബോണ്ട് പറയുന്നത്. ഈ ഷെയ്ൻ ബോണ്ടും ബൂമറെ പോലെ തന്നെ 29 വയസ്സിൽ ഒരു ബാക്ക് സർജറി കഴിഞ്ഞ ആളാണ്. അതിനുശേഷം 34 വയസ്സ് വരെ പുള്ളിയുടെ കരിയറിൽ കളിക്കുകയുണ്ടായി. പക്ഷേ നിരന്തരമായിട്ടുള്ള പരിക്കുകളും അതിൽ നിന്നുള്ള റീഹാബും കാരണം തന്നെയാണ് ഈ ഷെയ്ൻ ബോണ്ടും കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നത്. ബൂമറ ഓസ്ട്രേലിയയുമായിട്ടുള്ള BGTയിലെ അവസാന ടെസ്റ്റിന് ശേഷം പിന്നീട് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. അത് റിപ്പോർട്ട്സ് പ്രകാരം ഒരു ബാക്ക് സ്പാം ഇഞ്ചുറിയുടെ ഭാഗമായിട്ടാണ്. അതേ കാരണം കൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും ബൂമറയ്ക്ക് സ്വാഭാവികമായിട്ടും പങ്കെടുക്കാൻ സാധിച്ചില്ല. ബൂമറ ഇപ്പോൾ BCCIയുടെ ബാംഗ്ലൂരിലുള്ള സെൻറ്റർ ഓഫ് എക്സലൻസിൽ റിഹാബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ IPL എത്ര മാച്ച് ബൂമറയ്ക്ക് നഷ്ടമാവുന്നോ അതോ അല്ലെങ്കിൽ എപ്പോൾ മുതൽ ബൂമറയ്ക്ക് കളിക്കാൻ സാധിക്കുമെന്നോ ഇതുവരെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഒരു ഫാസ്റ്റ് ബോളർ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി കൺസേൺഡ് ആവുന്നത് T20 പോലൊരു ഫോർമാറ്റിൽ നിന്ന് പെട്ടെന്ന് ടെസ്റ്റ് പോലൊരു ഫോർമാറ്റിലേക്ക് കളിക്കേണ്ടി വരുമ്പോഴാണ്. അപ്പോൾ മൂവിങ് ഫോർവേഡ് അത് തന്നെയാണ് ബൂമറയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് ഈ ബോണ്ട് കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ IPL മെയ് 25 കഴിഞ്ഞാൽ ഒരു മാസം തികയുന്നതിന് മുമ്പ്, അതായത് ജൂൺ 20 ഇന്ത്യ vs ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോണ്ട് പറയുന്നതനുസരിച്ച് IPL T20 ഫോർമാറ്റിലാണ്. അതുപോലെ തന്നെ ഒരുപാട് ട്രാവലിംഗ് ഇൻവോൾവ് ആണ്. അതുകൊണ്ടൊരു വീക്ക്ലി ബേസ്ഡ് ടെസ്റ്റ് ഫോർമാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എറിയേണ്ട ഓവർ വളരെ കുറവാണ്. സോ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ടെസ്റ്റ് ഫോർമാറ്റിൻ്റെ സാഹചര്യത്തിലേക്ക് മാറേണ്ടി വരുമ്പോൾ അത് ബൂമറയെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണ് എന്നാണ് ബോണ്ട് പറയുന്നത്. BGTയിൽ ഇന്ത്യ ബൂമറയുടെ മേളിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബൂമറയുടെ വർക്ക് ലോഡ് വളരെ കൂടുതലായിരുന്നു BGTയിൽ. പക്ഷേ ബോണ്ടിൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് ഇനി വരുന്ന ഇംഗ്ലണ്ട് സീരീസിൽ ബൂമറയെ 2 ടെസ്റ്റിൽ കൂടുതൽ അടുപ്പിച്ച് കളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ഈ പരിക്കിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ്. അതായത് 2 ടെസ്റ്റിൽ കൂടുതൽ ബൂമറ അടുപ്പിച്ച് കളിക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ടെസ്റ്റ് മാച്ചുള്ള ആ സീരീസിൽ ബൂമറയ്ക്ക് 3 മാക്സിമം 4 ടെസ്റ്റ് മാച്ച് മാത്രമേ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഇനി 2026 T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2027 50 ഓവർ വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൂമറയുടെ വർക്ക് ലോഡ് മാനേജ് ചെയ്യേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. IPLൻ്റെ ആവേശമൊക്കെ നമുക്കുണ്ടെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് 2026 T20 വേൾഡ് കപ്പും അതുപോലെ തന്നെ 2027 ODI വേൾഡ് കപ്പുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ബൂമറയും ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെൻറ്റൊക്കെ ഇക്കാര്യത്തിൽ കോൺഷ്യസ് ആയിരിക്കും, അവെയർ ആയിരിക്കും എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം. എന്തായാലും ബൂമറയ്ക്ക് പരിക്ക് കഴിഞ്ഞിട്ട് ശക്തമായിട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു ക്രിക്കറ്റ് കരിയർ ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെക്കാനും സാധിക്കട്ടെ. എന്നാലും IPL റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ ബൈ.